തീർച്ചയായും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് സഞ്ജുവിന് മേൽ ചൊരിഞ്ഞിരിക്കുന്നത്. KCA ഇത്തരത്തിലൊരു നോട്ടീസ് അയച്ചതിന് പിന്നിൽ നിതാന്തമായ ഒരു വൈരാഗ്യം ഏതോ കോണിൽ നിന്നുമുണ്ട് എന്നൊക്കെ ബോധ്യമാകുന്ന കാര്യങ്ങളാണ് എത്തുന്നത്. പക്ഷേ എന്തായിരുന്നാലും ഇതൊന്നും സഞ്ജുവിൻ്റെ അച്ഛൻ പറയുന്നില്ല. സഞ്ജുവിൻ്റെ അച്ഛൻ പറയുന്നത് തൻ്റെ മകൻ അത്തരത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തൻ്റെ മകൻ അവസരങ്ങൾ നിഷേധിക്കരുത്. വിതിമ്പിക്കൊണ്ട് ആ പിതാവ് പറയുന്ന വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. സഞ്ജുവിൻ്റെ പിതാവിൻ്റെ വാക്കുകളിലേക്ക്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ ശ്രീ റെജി ലൂക്കോസ്, അതായത് മുട്ടിന് പരിക്കേറ്റു കിടക്കുന്ന തൻ്റെ മകനെ ഒരുപക്ഷെ ചികിത്സിക്കണമെന്നൊരു അച്ഛൻ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് അച്ചടക്ക വിരുദ്ധമാകുന്നത്? ഒന്ന്. രണ്ട്, സ്വന്തം കളിയിൽ ഏതെങ്കിലും രീതിയിൽ പെർഫോമൻസ് ഔട്ടായതിൻ്റെ ഭാഗമായി അദ്ദേഹം സ്വയം വന്ന് ഡ്രസ്സിംഗ് റൂമിൽ ഒരു ബാറ്റ് തൻ്റെ ഡ്രസ്സിംഗ് കിറ്റിലേക്ക് ഒന്ന് എറിയുന്നു. അതൊരു വൈകാരിക വിക്ഷോഭത്തിൻ്റെ സ്വാഭാവിക പ്രതികരണങ്ങളല്ലേ? ഇതിനപ്പുറത്ത് പിച്ചിൽ എന്തൊക്കെ കാട്ടുന്നു താരങ്ങൾ? അങ്ങനെ ഒരു ചെറിയ കാര്യത്തെ ഡിസിപ്ലിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അതല്ല, അതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളുമുണ്ട് എന്നതിൻ്റെ സൂചനയല്ലേ? അങ്ങനെയാണെങ്കിൽ കേരളത്തിന് ഇത് വെച്ചു പൊറുപ്പിക്കാനാകുമോ? ശ്രീ റെജി ലൂക്കോസ്. അല്ല അജിംഷാദെ, അത് കൃത്യമാണ്. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട കമാൽ വരുന്നവർ സ്പോർട്സുമായിട്ട് അത്യധികം ബന്ധമുള്ള ആളും നമ്മുടെ കഴിഞ്ഞ ഒളിമ്പിക്സ് വരെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം വളരെ മിതമായ ഭാഷയായ പോലെ ഈ വികാരത്തിനെ 100% ഉൾക്കൊള്ളുകയത്. കാരണം കമാൽ വരുന്നതിനെ പോലെയുള്ള ഒരു സ്പോർട്സ് ലേഖകൻ, പിന്നെ കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരു സ്പോർട്സ് ലേഖനെ പോലുള്ള ഒരാളുടെ വായിൽ നിന്നും മിതമായ രീതിയിലാണെങ്കിലും വന്നെങ്കിൽ പോലും അത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ വേറെ കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ ശ്രീശാന്ത് ഉണ്ടല്ലോ, ശ്രീശാന്ത് കളിക്കളത്തിൽ അഗ്രസീവായിട്ട് പെരുമാറുന്നുള്ള ആരോപണമാണ് അന്നത്തെ ഈ നമ്മുടെ കേരളത്തിലെ ക്രിക്കറ്റിന്റെ മുതലാളി TC മാത്യുവിനെ പോലുള്ളവർ അന്ന് കംപ്ലൈന്റ് ചെയ്ത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏത് സ്പോർട്സ് താരത്തിനും ഇവിടെ ഏതൊരു വ്യക്തിക്കും അവന്റെ ഉള്ളിൽ വരുന്ന വികാര പ്രകടനങ്ങൾ അവന്റെ ബോഡിയിലൂടെ പ്രകടിപ്പിക്കുക എന്നുള്ളത് അനാട്ടമിയുടെ പ്രത്യേകതയാണ്, മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. ഒരു സന്യാസിയെ പോലെ നിർഗുണ പരബ്രഹ്മമായിട്ടൊരു മനുഷ്യൻ ഇരിക്കാൻ പറ്റുമോ അവന്റെ വികാരം പ്രകടിപ്പിക്കാനായിട്ട്? ഇപ്പൊ നമ്മൾ ഈ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത് പോലും സഞ്ജു സാംസണോട് കാണിക്കുന്ന കൊടുത്ത ഏകാധിപത്യ അനീതിക്കെതിരെ പ്രകടിപ്പിക്കുന്ന വികാരമാണ്. അപ്പൊ അതുപോലെ ഒരു സ്പോർട്സ് മാൻ അവൻ ഡെക്കിൽ പിന്നെ സീറോയിൽ ഔട്ടായപ്പോൾ തിരിച്ച് ഡ്രസ്സിംഗ് റൂമിൽ വന്ന ആ കുട്ടി ഇതുവരെ യാതൊരു പ്രകടനങ്ങളും കാണിക്കാത്തൊരു നിസ്സംഗര ഭാവമുള്ള ഒരു പയ്യനെന്ന് അറിയിക്കണം. ആ കുട്ടി അവിടെ വന്ന് ആ ബാറ്റ് താഴെ ഇട്ടു എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവിടെ റിലയൻസ് കപ്പ് ഒരു ഓസ്ട്രേലിയ നടന്നപ്പോഴത്തേക്കും നമ്മുടെ പിന്നെ ശ്രീകാന്ത് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയെ ഇന്നും കോരിത്തെരിപ്പോട് കാണുന്ന ബാറ്റ്സ്മാൻ വിജയിച്ചു കഴിഞ്ഞപ്പോഴത്തെ ഈ ബാറ്റ് എടുത്ത് വായുവിലേക്ക് ഒറ്റ ഏറായിരുന്നു. 2 കഷ്ണമായിട്ട് അത് പൊടിഞ്ഞ് താഴെ വീണത്. അതൊക്കെ നമ്മൾ കയ്യടിയോട് സ്വീകരിച്ചു. എന്തുകൊണ്ടാ? അത് രാജ്യത്തിന് വേണ്ടി കളിച്ച ആ മനുഷ്യൻ നമ്മൾക്ക് തന്ന ഒരു വലിയ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിരുന്നു, ആവേശമായിരുന്നു. അത് തന്റെ വേദനയിലൂടെ പ്രകടിപ്പിച്ചപ്പോൾ അതിനെ ചാട്ടുളി പോലെ അത് ഒരു എന്താ പറയാ, അതൊരു കാരണം കാണിക്കൽ നോട്ടീസ് ആയിട്ടോ അല്ലെങ്കിൽ അച്ചടക്ക നടപടിയായിട്ടോ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ TC മാത്യുവും കൂട്ടരും ചെയ്യേണ്ടത് TC മാത്യുവിന്റെ 4 ചുറ്റളവിൽ കുറെ അടിമകളെ പിടിച്ചിരുത്തി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനിങ് കൊടുത്ത് ചെയ്യുക. ജനാധിപത്യ കേരളത്തിന്റെ ഉള്ളിൽ ഇത്തരം തന്റെ ഇടങ്ങൾ ഇത്തരം തോന്നിവാസങ്ങൾ കാണിച്ചാൽ അത് ചോദ്യം ചെയ്യാനായിട്ട് കേരളത്തിലെ ജനങ്ങളും വരും. ഇവിടുത്തെ യുവജന സംഘടനകൾ, DYFI പോലെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള യുവജന സംഘടനകൾ ഇതുപോലത്തെ ഒരു കേരളത്തിന്റെ ഓമനപുത്രനായ കേരളത്തിൽ അപൂർവമായിട്ട് മാത്രം ജന്മമെടുക്കുന്ന സഞ്ജു സാംസനെ പോലൊരു പാവം കുട്ടിയെ നശിപ്പിക്കാനായിട്ട് ഈ കച്ചവടക്കാർ മുതിർന്നാൽ ചോദ്യം ചെയ്യാനായിട്ട് തെരുവിലിറങ്ങണം. ഇവരെ കേരളത്തിന്റെ ഒരു തെരുവിൽ നടക്കാൻ അനുവദിക്കരുതെന്നാണ്. ഇത് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതല്ല, ഒരു മലയാളിയുടെ മിതമായിട്ടുള്ള ആഗ്രഹമാണ്. കാരണം ഉദാഹരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഗാംഗുലിയുടെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇന്ത്യയിൽ പിന്നെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ക്യാച്ചിലൂടെ ഇന്ത്യക്ക് 2ാമത് വേൾഡ് കപ്പ് നേടിത്തന്ന നമ്മുടെ ശ്രീശാന്തിനെ ഈ TC മാത്യൂസിനെ പോലുള്ളവർ അവരെ ബഹുമാനിച്ചില്ല എന്നുള്ള ആരോപണം കൊണ്ട് നശിപ്പിക്കാനായിട്ട് ചരിത്രം ഈ കേരളത്തിന് മുമ്പിലുണ്ട്. ആ ചെറുപ്പക്കാരന് ഇന്ത്യക്ക് അഭിമാനവും കേരളത്തിന് അഭിമാനവും വളർന്നപ്പോൾ ശ്രീശാന്തിനെ തീഹാർ സെൻട്രൽ ജയിലിലേക്ക് യാത്ര അയക്കുന്നതിൽ പോലും ഇവരുടെ മൗനാനുവാദമുണ്ടെന്ന് മലയാളികൾ സംശയിച്ചാൽ അതിൽ യാതൊരു കുറ്റവും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് TC മാത്യുവിനെ പോലെയുള്ള കച്ചവടക്കാരുടെ കാര്യം മനസ്സിലാക്കുക. ഞങ്ങൾ കേരളീയർ ഈ പയ്യന്റെ പുറയിലുണ്ട്. ഈ സഞ്ജു സാംസൺ എന്ന് പറയുന്ന യുവാവ് തന്റെ കഴിവുകൾ IPL-ലൂടെയും ഇന്ത്യയുടെ ഏകദിന മാച്ചിലൂടെ തെളിയിച്ച ആളാണ്. ആരും ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ കഴിവുകൊണ്ട് മാത്രം ഒന്ന് കയറിയ ആളാണ് സഞ്ജു സാംസൺ. ആ പയ്യനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരള ജനതയുടെ മുമ്പിൽ കാണിക്കുന്ന ഏറ്റവും വലിയ അഹംഭാവമായിരിക്കും.
അതിന് TC മാത്യുവിനെ പോലെയുള്ള കച്ചവടക്കാർ മറുപടി പറഞ്ഞു. എനിക്ക് ഒരു കാര്യം കൂടെ പറയാറുണ്ട്. അതായത് ഈ TC മാത്യൂസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് വാസ്തവമാണ് ഇപ്പോൾ BCCയുടെ വൈസ് പ്രസിഡന്റ്. സഞ്ജു സാംസൺ ഇതിനു മുമ്പ് തന്നെ ഇന്ത്യൻ ടീമിൽ കയറേണ്ടതായിരുന്നു. ഒരു പടുകിളവൻ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കിളവൻ പാർത്തിക് പട്ടേലിനാണ് ഇത്തവണത്തെ ടെസ്റ്റിന് അവര് വിക്കറ്റ് കീപ്പർ കം ബാറ്റ്സ്മാനാക്കിയത്. വിക്കറ്റ് കീപ്പർ കം ബാറ്റ്സ്മാനായിട്ട് ഇന്ന് ഇന്ത്യയിലുള്ള ഒന്നാം സ്ഥാനത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ളത് ധോണിക്ക് ശേഷം സഞ്ജു സാംസൺ എന്നുള്ളത് ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു. അത് IPL-ലൂടെയും അന്തർദേശീയ രഞ്ജി ടീമിലൂടെയും അണ്ടർ 19-ലൂടെയും ഈ യുവ കളിക്കാരൻ തെളിയിച്ചാണ്. ഈ TC മാത്യുവിന് കേരളത്തിനോട് എന്തെങ്കിലും നന്ദിയോ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിന്റെ അഭിമാനമായ ഈ സഞ്ജു സാംസണിന് വേണ്ടിയിട്ട് ആ BCCയിൽ ശബ്ദം ഉയർത്താൻ പാടില്ലായിരുന്നു. ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ക്രിക്കറ്റ് ഘടകങ്ങളും അവരുടെ മിടുക്കന്മാരായിട്ടുള്ള അവരുടെ ക്രിക്കറ്റ് പ്ലേയേഴ്സിനെ ദേശീയ ടീമിൽ എടുപ്പിക്കാനുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുമ്പോൾ കേരളത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് പാരപണിയുമല്ലേ ഇവിടുത്തെ ക്രിക്കറ്റിന്റെ മുതലാളിമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർക്കാരെ കേരളം എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇതെന്താ വടക്കം കൊറിയയാണോ? അതോ നേരത്തെ അജിംഷാ സൂചിച്ച പോലെ ഇദിയമ്മിന്റെ രാജ്യമാണോ ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ കഴിവ് തെളിയിക്കുന്ന കുട്ടികൾക്ക് സ്പോർട്സിൽ വളരുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഒരു ഗവൺമെന്റ് കൂടി ഉണ്ട്. അപ്പൊ കേരളത്തിലെ ഗവൺമെന്റിനും കൂടിയല്ലേ ഇവർ വെല്ലുവിളിച്ചിരിക്കുന്നത്? ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെടണം. ഈ TC മാത്യൂസിനെ പോലെയുള്ളവരെ ഇതിന് മുതലാളിമാർ കച്ചവടക്കാരായിട്ടിരിക്കുന്ന ഏകാധിപതികളെ ഈ ജനാധിപത്യ സംവിധാനം മുതൽക്കുന്ന ഈ രാജ്യത്തു നിന്നും ഇത്തരം എന്താ പറയാ അവർ വഹിക്കുന്ന പദവികളിൽ നിന്നും പുറത്താക്കണം തന്നെ എനിക്ക് പറയാനുള്ളത്. ആ പിതാവിന്റെ വേദന വളരെ രോഷത്തിലൂടെ ഞാൻ പറയട്ടെ, കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള കേരളത്തിലെ ഓരോ പിതാപിതാക്കളുടെയും തങ്ങളുടെ മക്കൾ വളർന്നു വന്ന് രാജ്യത്തിന് അഭിമാനമാകണം, അത് സ്പോർട്സിലൂടെ ആയാലും മറ്റേതിലൂടെ ആയാലും എന്ന് ആഗ്രഹിക്കുന്ന ഓരോ പിതാവിൻ്റെ കണ്ണീരാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ പതിഞ്ഞിരിക്കുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. അതിന് കനത്ത വില TC മാത്യൂസിന്റെയും പിണിയാടുകളുടെയും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കേണ്ടി വരും. ഇത് കൈരളി ചാനലിൽ ഇരുന്നുകൊണ്ട് ഗീർവാണം പറയുന്നതല്ല. കേരളത്തിലെ യുവജന സംഘടനകളും കേരളത്തിലെ മനുഷ്യ സമൂഹം ഇത് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കൈരളി ചാനൽ ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവന്നതിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇത് തീർച്ചയായും. ഇപ്പോൾ ദേവദാസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദേവദാസ്, ഈ വാർത്ത ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ തന്നെ താങ്കൾ ചില കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു. തീർച്ചയായും ആ സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് ശ്രീ റെജി ലൂക്കോസും കേരളത്തിന്റെ വിവിധ കോണുകളിൽ ബന്ധപ്പെട്ടപ്പോഴൊക്കെയും നമുക്ക് ലഭിച്ചത്. ഏറ്റവും ഒടുവിൽ ഇതാ അദ്ദേഹത്തിന്റെ അച്ഛൻ സഞ്ജു വി സാംസന്റെ പിതാവ് സാംസൺ പീപ്പിൾ TVയോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ മകനെ ഇങ്ങനെ നശിപ്പിക്കരുത്, അവന്റെ ഭാവിയെ തളർത്തരുത്, അവൻ ഈ പറയുന്നത് പോലെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആരോടും എനിക്ക് പരിഭവമില്ല, പക്ഷേ അവന്റെ ഭാവി കെടുത്തിക്കളയരുതെന്ന്. സഞ്ജുവിന്റെ രക്തത്തിന് വേണ്ടി ആരെങ്കിലും ദാഹിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ ശ്രീ ദേവദാസ്? അജിംഷാദ്, ഇത് അതുകൊണ്ടാണ് ഞാനത് രാവിലെ പറഞ്ഞ 2009 ശ്രീശാന്തിന് ഒരു രഞ്ജി കളിയിൽ ഇവര് ഇതേപോലെ തന്നെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ആയിട്ട് കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി തലശ്ശേരിയിൽ വെച്ച് ആ കളിയിലാണ് സഞ്ജു സാംസൺ ഡെബ്യൂ ചെയ്തത്. 2009 വെറും 15 വയസ്സിൽ രഞ്ജി കയറിയത്. ഇപ്പൊ ആകെ 22 വയസ്സേ ഉള്ളൂ. ഇന്ത്യൻ ടീമിലേക്ക് കയറേണ്ട ഭാവി കൊട്ടിയടക്കാനും ഈ TC മാത്യു എന്ന് പറയുന്ന പാർട്ട് ടൈം കോൺട്രാക്ടറായിട്ട് കയറി PJ ജോസഫിന്റെ കീഴിൽ PA ആയി സോപ്പിട്ടിട്ട് ഇതിനെ പിടിച്ച് 30 കോടി വീതം കൊല്ലത്തിൽ വരുന്ന BCCIന്റെ വീതം വെച്ച് എടുക്കലല്ലാണ്ട് ക്രിക്കറ്റ് പുലർത്തൂല. അതുകൊണ്ടാണ് കേരള രഞ്ജി ടീം ഇങ്ങനെ ആയത്. എന്നിട്ടും കേരള രഞ്ജി ടീമിൽ 3 അന്യദേശ സംസ്ഥാനത്ത് ഈ കളിക്കാരെയാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത്. ടീമിനെ ആകെ അൺബാലൻസ്ഡ് ആക്കിയിരിക്കുന്നു. അപ്പൊ സഞ്ജുവിനെ പോലത്തെ നല്ല ടാലന്റഡ് പ്ലേയേഴ്സിനെയും കൂടി പുറത്താക്കിയാൽ ഈ TC മാത്യു എന്ന് പറയുന്ന മാഫിയ പോലെ ഏത് BCCI ഈ ശ്രീനിവാസന് വേണ്ടി കഞ്ഞി വെച്ചു കൊടുത്തത്, വീരപ്പന് കഞ്ഞി വെച്ചു കൊടുത്ത മറ്റൊരു കള്ളന് കഞ്ഞി വെച്ചു കൊടുത്തതാണ്. അങ്ങനെയാണ് വെസ്റ്റ് സോണിൽ പോയിട്ട് പശ്ചിമ മേഖലയുടെ സ്ഥാനാർത്ഥിയാവുന്നത്. അവിടുന്ന് ജയിച്ച് അവിടുത്തെ ഉള്ള കളിക്കാരെ കേരളത്തിൽ ഭവൻ താക്കർ, ഇക്ബാൽ അബ്ദുള്ള, ജലജ് സക്സേന മധ്യപ്രദേശിൽ കൊണ്ടുവന്നിറക്കും. ഇവിടെ അക്ഷയ് ചന്ദ്രൻ, സൽമാൻ നിസാർ, അസറുദ്ദീൻ എന്നെല്ലാം പറയുന്ന ടാലന്റഡ് പ്ലേയേഴ്സ് ഉണ്ട്. എന്നിട്ട് പൈസ വാങ്ങിയിട്ടാണോ എന്ന് ഇപ്പൊ നോക്കണം. ഈ സഞ്ജു സാംസന്റെ അച്ഛനെല്ലാം പറയുന്നില്ലേ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ BCCIയില് ഈ കേറി ആൾക്ക് വേണ്ടിയിട്ട് കള്ളപ്പണി എടുത്തുകൊണ്ട് കിട്ടിയ സ്ഥാനം ഉള്ളതുകൊണ്ട് ഇനി അപ്പീൽ പോകുന്നത് BCCI. ഇത് റെജി ലൂക്കോസ് പറഞ്ഞ പോലെ ബാറ്റ് എടുത്ത് ചാടുമെന്നല്ല പറഞ്ഞു. പണ്ട് ബാറ്റ് എടുത്ത് ചാടിയിട്ട് ഗ്ലാസ് പൊട്ടിയിട്ട് വേറെ കാണികളെ മറ്റേ കാല് മുറിഞ്ഞ കേസുണ്ട് ഇംഗ്ലണ്ടിൽ. എന്നിട്ടൊന്ന് അയാൾക്ക് ഫൈനേ ഉള്ളൂ.
ഇതെല്ലാം ചെറിയ ഇപ്പൊ ത്രിപുരയായിട്ട് വരെ പുറത്താക്കിയിരിക്കുന്നു. ലോകോത്തര എന്ന് പറഞ്ഞാല് ഏറ്റവും ഫേമസ് കമന്റേറ്റേഴ്സാ പറഞ്ഞത് ലോകോത്തര വിക്കറ്റ് കീപ്പർ അറ്റാക്കിംഗ് ബാറ്റ്സ്മാൻ ആണ്. ഈ റെയർ പ്രോഡിജീനെ ഞങ്ങൾ നല്ലോണം നേർച്ചർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങളോ നിങ്ങളോ ഇതൊന്നുമല്ല, ഇവിടുത്തെ കേരളക്കാരല്ല, ലോകോത്തര ബോൾ കമന്റേറ്റേഴ്സ് IPL 6 ഏറ്റവും ബെസ്റ്റ് യങ്സ്റ്റർ ആയിട്ട് തെരഞ്ഞെടുത്തല്ലേ, 15 തെരഞ്ഞെടുത്തല്ലേ. വേൾഡ് ക്ലാസ് ബോളേഴ്സിന് പേരിട്ട ആളെ റെക്കമെൻഡ് ചെയ്യാൻ പോലും ഈ TC മാത്യുവിന് സംഗതമില്ല. പക്ഷെ TC മാത്യുവിന്റെ കളിക്കാരുണ്ട്, വേറെ TC മാത്യുവിന് കഞ്ഞി വെക്കുന്ന ഡിസ്ട്രിക്ട് അസോസിയേഷൻ ഉണ്ട്, അവരെല്ലാം മാനേജറായിട്ട് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും അയച്ചിരിക്കുന്നു. ഈ കുട്ടീനെ തകർക്കുക. ഈ കുട്ടീനെ തകർത്താൽ ധോണിക്കെല്ലാം 2019 വരെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായിട്ട് തുടരാം. ഈ റെജി ലൂക്കോസ് ഇപ്പം പറഞ്ഞ പോലെ 32 വയസ്സിൽ 8 കൊല്ലം കഴിഞ്ഞ് പാർത്തി പട്ടേലിനെ മടങ്ങി വരാം. അല്ലെങ്കിൽ യങ്സ്റ്ററായ ഡൽഹി കോട്ടയിൽ നിന്ന് ഋഷഭ് പന്തിനെ കയറ്റാം, അല്ലെ ജാർഖണ്ഡിൽ നിന്ന് ഇഷാൻ കിഷനെ കയറ്റാം. അപ്പൊ സഞ്ജു സാംസൺ ആണ് ധോണിക്ക് ഭീഷണി. അപ്പൊ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം. ഇല്ലാണ്ടാക്കാൻ നമ്മൾ പറയില്ലേ, ഈ ആരാച്ചാർ ഇറച്ചിക്കാരനാ ഇവന് നല്ല TC മാത്യുവിന് നല്ല പണി. ഈ ഇറച്ചി മാർക്കറ്റില് ഇറച്ചി വിൽക്കുന്ന എന്താ പറയാ, ഇത്രയും നല്ല ടാലന്റ് ഇതിന്റെ പകുതി ടാലന്റ് ഉള്ള കുൽദീപ് യാദവ്, KL രാഹുൽ, കരുൺ നായർ എല്ലാവരെയും ഇന്ത്യൻ ടീമിൽ കയറ്റി. അവരൊന്നും IPL ഒന്നും അല്ലേനു. ഈ കഴിഞ്ഞ കൊല്ലം മാത്രമാണ്. ഈ 3 കൊല്ലമായി ദ്രാവിഡിന്റെ ഏറ്റവും ഫേവറേറ്റ് താരമാണ് സഞ്ജു സാംസൺ. ഈ 7 കൊല്ലമായിട്ട് നമ്മൾ രഞ്ജി ട്രോഫി എല്ലാം എടുത്തുമാണ്. ഇന്ന് വരെ ഗ്രൗണ്ടിലോ പുറത്തോ ഇതുവരെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ കൊണ്ട് മോസ്റ്റ് ജെന്റിൽമാൻ. അതും ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നാൽ പോലും അവൻ ശ്രീശാന്തിനെ പോലെ പോലും ചെയ്യല്ല. വളരെ ജെന്റിൽമാൻ ആയിട്ട് ബിഹേവിയർ. ഈവൻ ദ പ്രസ് പീപ്പിൾ 2013 നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഓപ്പൺ ഫോറത്തിൽ സഞ്ജു സാംസൺ പിറ്റേന്നാണ് ബെസ്റ്റ് യങ് പ്ലെയർ ആയിട്ട് വന്നിട്ട് പീപ്പിളിന്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് എന്റെ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ, അന്നും ശ്രീശാന്തിനെ പറ്റിയിട്ട് ഒരു അക്ഷരം പറഞ്ഞില്ല. അന്ന് ബെസ്റ്റ് പ്ലെയർ ആയിട്ട് വന്നിയ ഒരു അക്ഷരം പറഞ്ഞില്ല ശ്രീശാന്തിനെ പറ്റിയിട്ട്. അതുപോലെ BCCIക്കും KCIക്കും ജെന്റിൽമാൻ ആയിട്ട് ബിഹേവിയർ ചെയ്യുന്ന ഇല്ലാണ്ടാക്കും. അതാണ് റെജിലേക്ക് ശ്രീശാന്തിനെ പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടില്ല, ഫിക്സറിന് പിറ്റേ ദിവസം പറഞ്ഞ്. അതേസമയം ശ്രീനിവാസന്റെ മേപ്പനെ ഒന്നും പറയാണ്ട് കഞ്ഞി വെച്ച് കൊടുത്ത് വോട്ട് ചെയ്ത് കയറ്റിയില്ലേ. അത് ഈ നരേന്ദ്രമോദിയും TC മാത്യു അല്ലല്ലോ. അപ്പോ ഇവര് ഈ കരിയർ പോയാൽ ഇപ്പൊ എന്താ ഉണ്ടാവുമെന്ന് പറഞ്ഞാല്, ഇവർ ഒരു ഇതെടുത്താൽ BCCI അത് ഇതാക്കിയ സസ്പെൻഡ് ചെയ്ത ബ്ലാക്ക് മാർക്ക് വരുമ്പോൾ ഇനി ഒരു സെലക്ഷൻ വരുമ്പോൾ സഞ്ജുവിന്റെ എതിരെ ജാർഖണ്ഡും അതാണ് കാതലായ പ്രശ്നം. ഒരുപക്ഷെ ദേവദാസ് അവിടെയാണ് കാതലായ കാര്യം ഇരിക്കുന്നത്. ഒരുപക്ഷെ സഞ്ജുവിനെതിരെ ഇത്തരത്തിലൊരു നോട്ടീസ് നൽകുന്നത് അയാളുടെ ഭാവിയിൽ സഞ്ജുവിന്റെ ഭാവിയെ കെടുത്താൻ ഉതകുന്ന വിധത്തിലുള്ള കാരണങ്ങളായി നാളെ BCCIയിലും അടക്കം ഏറ്റെടുക്കാം. അദ്ദേഹത്തിന്റെ ഭാവിക്ക് മേൽ ഒരു കറുത്ത പൊട്ടാകാം ഇത്. അങ്ങനെയാണെങ്കിൽ അത് വരാതിരിക്കാൻ കേരളം ഒന്നിച്ചു നിൽക്കേണ്ടതില്ലേ? അതിനെന്തൊക്കെ ബാഹ്യ ഇടപെടലുകൾ സാധ്യമാണ് ശ്രീ ദേവദാസ്? അജിംഷാദ്, അത് ക്രിക്കറ്റിൽ പറ്റൂല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ഈ പെൻഷനും ഈ പൈസയും കൊടുത്തോണ്ട് നിങ്ങൾ കാണുന്നില്ലേ, ഗവാസ്കർ, സച്ചിൻ തെണ്ടുൽക്കർ എല്ലാം അനങ്ങാണ്ടിരിക്കുന്ന ഫിക്സിങ്ങിന്റെ എതിരെയെല്ലാം എന്തെങ്കിലും ക്രിക്കറ്റിന്റെ എതിരെ സുപ്രീം കോടതി പറഞ്ഞിട്ട് എന്തെങ്കിലും അനങ്ങുന്നുണ്ട്? രവിശാസ്ത്രി മറ്റെല്ലാം ഒന്നും അനങ്ങൂല. അതുകൊണ്ട് ഗവൺമെന്റ് അത് മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി കൊടുക്കണം. എന്താ പറയാ, ഈ 5-ാം തീയതി ഡിസംബർ 5-ന് ഈ BCCIയും അസോസിയേഷനിലെ കണക്കിന് താക്കൂർ എന്തായാലും പിടിച്ച് എല്ലാത്തിനും പുറത്താക്കും. എഡോ കമ്മിറ്റി ആയിരിക്കും വരുന്നതാണ് എന്റെ പ്രതീക്ഷ. അല്ലെങ്കിൽ സുപ്രീം കോടതിനെ വിമർശിക്കണം. ആ സുപ്രീം കോടതി വരുമ്പോൾ തന്നെ ഗവൺമെന്റ് ഇടപെടണം. ഗവൺമെന്റ് ഇടപെട്ടിട്ട് എഡോ കമ്മിറ്റി നിങ്ങളെ പറ്റൂല, എന്താ പറയാ, TC മാത്യുവും കമ്പനിയും ഇവിടെ നടത്തുന്ന അവരെതിരെ CBI ആരോപണമുണ്ട്. ആദ്യം ഇതൊന്നും നോക്കൂ. ഇതുവരെ കേരള രഞ്ജി ടീം ലാസ്റ്റ് ആയിട്ട് വരെ അന്വേഷണം നടത്താത്തോറ കോച്ച് ബാലേന്ദ്രൻ 5-ാമത്തെ മാച്ചിൽ പുറത്താക്കി. ഈ സഞ്ജു സാംസന്റെ എതിരെ നടപടി എടുക്കൂല എന്ന് കണ്ടുകൊണ്ടാണ് ബാലേന്ദ്രനെ പുറത്താക്കി എന്നതാണ് ഞാനിപ്പോൾ ഇതാക്കുന്നത്. എന്താ പറയുക, ടിനോ യോഹനുള്ള കോച്ചിങ്ങിന്റെ ഒരു ബാലപാടും അറിയില്ല. അയാൾ TC മാത്യു പറഞ്ഞാൽ ഇങ്ങനെ കേൾക്കും. കുഴക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറെ എണ്ണത്തിന് ആക്കുന്നതാണ് ഈ കേരള ക്രിക്കറ്റ്. അതിലാണ് ഈ സഞ്ജു പണ്ട് ശ്രീശാന്തിന്റെ ഭാവി അങ്ങനെയാണ് കളഞ്ഞത്. അതിന് വേണ്ടിയിട്ട് ഇവർക്ക് വലിയ പ്ലേയേഴ്സിനെ പറ്റൂല. ഇനി അടുത്ത കൊല്ലം മറ്റ് സ്റ്റേറ്റിൽ നിന്ന് കുറെ അന്യദേശ പ്ലേയേഴ്സിനെ കൊണ്ടുവരാനും ഇങ്ങനത്തെ സഞ്ജുവിനെ എല്ലാം പുറത്താക്കിയാലേ ഇയാൾക്ക് കഴിയും. അവിടെയുള്ള പ്ലേയേഴ്സും കോച്ചും എല്ലാം ഇയാൾ പറയുന്ന
പണിക്കാരനെ പോലെ അടിമേനെ പോലെ നിന്നിട്ട് കേൾക്കും. അങ്ങനത്തെ ഈ ആദ്യം പിടിച്ച് പുറത്താക്കേണ്ട TC മാത്യുവിന് ഈ അസോസിയേഷനിലെ എല്ലാത്തിനെയാ അവരെ കൊണ്ടാണ് അല്ലേ ഇത്രയും ദേവദാസ്, നിരവധി സംസ്ഥാനങ്ങളിലെ അസോസിയേഷനുകൾ അതത് താരങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ എടുക്കുന്ന എഫർട്ട് നമുക്കറിയാം, താങ്കൾക്ക് വളരെ വ്യക്തമായി അറിയാം. ഇവിടെയാണ് സഞ്ജു വി സാംസനെ ഒരു ഘട്ടത്തിൽ പോലും ഒരു ശുപാർശയും ചെയ്യാത്ത KCA അദ്ദേഹത്തെ പിടിച്ച് താഴെയിടാൻ ശ്രമിക്കുന്നത്. നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ ഞണ്ടിന്റെ പരിപാടി കാണിക്കുന്നുവോ KCA? അപ്പൊ അജിൻഷാദ് അതാ പറഞ്ഞ ശരി. ഈ 3 കൊല്ലവും ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് IPL വേൾഡ് ക്ലാസ് ടീമായിട്ട് കളിച്ചിട്ടാണ് അല്ലേ ഈ ഫസ്റ്റ് ക്ലാസ് കളിച്ചല്ല. അതേസമയം ഫസ്റ്റ് ക്ലാസ് കളിച്ച കുൽദീപ് യാദവ്, KL രാഹുൽ, കരുൺ നായർ, രോഹൻ. ദേവദാസ് ദയവായി നിൽക്കൂ. ഇപ്പോൾ നമ്മൾ കേരളത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ഇതേ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ കൂടി ക്രോഡീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് നിന്നും ശബരി എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. ശ്രീ ശബരി, പറയൂ. ഹലോ, ഇത് സഞ്ജു സാമിനെ പ്രത്യേകം പറഞ്ഞപ്പോ ഒരു ന്യൂസ് മനസ്സിലായിരുന്നു. അത് എവിടുത്തെ ന്യായോ അത് ഇത് പെട്ടെന്ന് ഇങ്ങനെ പുറത്താക്കണം പറഞ്ഞാൽ അയാളുടെ ഭാവിന് കേട് വരുത്തിയല്ലേ. ഇത് ഒരു ഇന്ത്യൻ ടീം ഭാവിയിലൊരു ഹലോ പറഞ്ഞോളൂ ശബരി. ഇത് നമ്മുടെ ഭാവി ഇന്ത്യൻ ടീമിലെ ഒരു ക്യാപ്റ്റൻ അല്ലേ, ഒരു അംഗമാവേണ്ട ആളില്ല. എങ്ങനെ പുറത്താക്കണം പറഞ്ഞാൽ അയാളുടെ അച്ഛന് എത്ര വിഷമം ഉണ്ടാവും. അതാണ് ശ്രീ റജി ലൂക്കോസ്. ഒരുപക്ഷെ ആ വിഷമം കേരളം തന്നെ ഏറ്റെടുക്കുന്ന സ്ഥിതി വിശേഷം കാണുന്നു. വളരെ ദുർബലമായ കാര്യങ്ങളല്ലേ ഇവർ ഡെലിവറി ചെയ്യുന്നത്, ഇവർ ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നോക്കൂ, ഒരു താരം തൻ്റെ പെർഫോമൻസ് ഒന്ന് ഡള്ളായാൽ ഒരു താരം ബാറ്റിൽ അടിക്കില്ലേ? സ്വാഭാവികമല്ലേ അത്? അത്തരം റിയാക്ഷൻസിനെ എങ്ങനെ ഈ വലിയ ഡിസിപ്ലിൻ്റെ പരിധിയിൽ KCA കൊണ്ടുവരാൻ ശ്രമിക്കുന്നു? അപ്പോൾ അതല്ല കാര്യം, അങ്ങനെ വിലയിരുത്താമോ? അല്ല അജിംഷാദ്, അത് കാരണമല്ലല്ലോ, അതൊരു ആവേശമല്ലേ. അത് നമ്മളൊക്കെ എങ്ങനെയല്ലേ ജീവിക്കുന്നത്? ആവേശമില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമി ജീവിച്ചിട്ടുണ്ട് അർത്ഥിരിക്കുന്നത്. നാളുകളെ കുറിച്ചുള്ള പ്രതീക്ഷയല്ലേ ആവേശം എന്ന് പറയുന്നത്. അത് ഹ്യൂമൻ നേച്ചറാണ്. ഇത് കാരണം ഇത്രയേ ഉള്ളൂ. ദേവദാസ് പറഞ്ഞ കറക്റ്റ് നിരീക്ഷണം. അതായത് സഞ്ജു സാംസൺ എന്ന് പറയുന്ന വളർന്നു വരുന്ന കേരളത്തിന്റെ അഭിമാനമായ ആ താരത്തിനെ ഈ കച്ചവടക്കാരായ KCAയുടെ ഭാരവാഹികൾക്ക് വേണ്ട. അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു, അദ്ദേഹത്തിന് വേണ്ട എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അദ്ദേഹം നോക്കിയാലും ഇരുന്നാലും ചിരിച്ചാലും തൊപ്പി വെച്ചാലും ഇവന്മാർക്ക് കുറ്റമായിരിക്കും. ആ ചെറുപ്പക്കാരനെ നശിപ്പിക്കാനുള്ള തിരക്കഥ ഇവിടെ എഴുതി കഴിഞ്ഞു. TC മാത്യു എന്ന് പറയുന്ന കച്ചവടക്കാരൻ BCCI തന്നെ ഈ കുട്ടിയെക്കുറിച്ചുള്ള സൂചനകൾ കൊടുത്തു കഴിഞ്ഞത് ഞങ്ങൾ അവനെ കൊല്ലാൻ പോവുകയാണ്, കൂട്ടു വന്നേക്കണം എന്ന് പറഞ്ഞു. കാരണം ആരെയും കൊല്ലാവുന്ന നാടാണല്ലോ, കാരണം അതിനെ ബാധിക്കാനുള്ള വക്കീലുമാരെ ഈ രാജ്യത്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് സഞ്ജു സാംസനെ കൊലയ്ക്ക് കൊടുക്കാനും നശിപ്പിക്കാനും തീരുമാനമെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ അച്ചടക്ക നടപടിയിലേക്ക് TC മാത്യു കൂട്ടർ നീങ്ങുന്നത് എന്നുള്ളൊരു വളരെ വ്യക്തമാണ്. പാലക്കാട് നിന്നുള്ള ചെറുപ്പക്കാരന്റെ വികാര പ്രകടനം അത് തന്നെ അച്ഛനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ പിതാവിന്റെ കണ്ണുനീർ അത് ആ പിതാവിന്റെ അല്ല, കേരളത്തിലെ വളർന്നു വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ഏതൊരു യുവാക്കളുടെയും പിതാക്കന്മാരുടെ കണ്ണീരാണ്. കേരളത്തിൽ നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. 10-25 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം, പേര് കുൽക്കർണി എന്ന് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. എന്നാൽ കുൽക്കർണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബൗളർ ഓസ്ട്രേലിയയിൽ അരങ്ങേറും. ആദ്യത്തെ ബൗളിങ്ങിൽ അദ്ദേഹത്തിന് വിക്കറ്റ് കിട്ടി, അതൊരു ചരിത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം 5-6 വിക്കറ്റ് ടെസ്റ്റ് പരമ്പര നേടി. രണ്ടാമത്തെ ടെസ്റ്റിന് ആ ചെറുപ്പക്കാരനെ പുറത്തിറക്കിയപ്പോൾ അന്നത്തെ ഒറീസയുടെ മുഖ്യമന്ത്രിയായിരുന്ന ബിജു പട്നായിക് പറഞ്ഞു, കളി ഒറീസക്കാരോട് വേണ്ട BCCI എന്ന് പറയുന്നു. എന്തിന്റെ കാരണത്തിലാണ് പുറത്താക്കി എന്ന് പറഞ്ഞു. അവർ ഭയന്നുപോയി. അതാണ് ശ്രീ ദേവദാസ്. അങ്ങനെ പറയാൻ ഒരാൾ ഇവിടെ ഇല്ലേ? അങ്ങനെ പറയേണ്ടതില്ലേ? KCA ഇത്തരത്തിൽ നമ്മുടെ താരമാണ്, കേരളത്തിന്റെ താരമാണ്, ഇന്ത്യയുടെ താരമാണ്. അതുവഴി ഇന്ത്യ ക്രിക്കറ്റ് ലോകത്തിന്റെ മുൻപിൽ അഭിമാനമാകാൻ പോകുന്ന ഒരു കുരുന്നു താരമാണ്. ആ താരത്തെ, ഇത്രയേറെ ജീനിയസ് ആയ ഒരു താരത്തെ തുടക്കത്തിലെ വെട്ടുക എന്നതിനെ തടയേണ്ടത് മലയാളിയുടെ പൊതു ആവശ്യമല്ലേ? അങ്ങനെയാണ് ഞങ്ങൾക്കും ഫീഡ്ബാക്ക് ഫീൽഡിൽ നിന്നും ലഭിക്കുന്നത്, ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ശ്രീ ദേവദാസ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒഡീഷയുടെ കാര്യത്തിൽ ഒരു നേതാവ് പറഞ്ഞതുപോലെ പറയാൻ ആരുമില്ലേ? അങ്ങനെ പറയേണ്ടതല്ലേ? എന്താണ് അതിന് വേണ്ടത്? സർക്കാർ ഇടപെടലാണോ? അജിംഷാദ്, ഇത് ആരാ പറയേണ്ടതെന്ന് പറഞ്ഞാല് മുഖ്യമന്ത്രി ഉടനടി ഇടപെടണം. മുഖ്യമന്ത്രി പറയണം, ഇങ്ങനത്തെ ഈ വൺസ് ഇൻ എ ലൈഫ് ടൈമേ കേരളത്തില് ഇത്രയും കൊല്ലം കളിച്ച് 50-56 കൊല്ലം കളിച്ചിട്ട് റെയർ ആയിട്ട് ശ്രീശാന്തും അല്ലെങ്കിൽ സഞ്ജുവിനെ പോലത്തെ ആള് വന്നിട്ടുള്ളൂ. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ ഇവരെ കളിയാണ്, അത് ഈ ശ്രീനിവാസനും വല്ല ഉള്ള കളിയാണ്. അതാണ് സുപ്രീം കോടതി പോലും പറയുന്നത്. അതുകൊണ്ട് കളിക്കാരല്ലേ ഇവർക്ക്. നിങ്ങൾ ഒന്ന് മാത്രം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു 1981 ഗവാസ്കർ LBW ലില്ലി ആയിട്ട് ആയപ്പോൾ
ഞാൻ ഔട്ടല്ല എന്ന് പറഞ്ഞിട്ട് ചൗഹാനെയും പിടിച്ചിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോയതാ. എന്നിട്ട് വരെ ഗവാസ്കറെതിരെ ഇങ്ങനത്തെ ഒരു നടപടി എടുത്തില്ല. ഈ കുട്ടീനെ ത്രിപുരയായിട്ടുള്ള മാച്ചിൽ പോലും മാറ്റി നിർത്തിയിട്ട് ത്രിപുരയായിട്ട് ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡ് പോലും പോയി. എന്നാ പിന്നെ ഒരു മാച്ചിനെ സസ്പെൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇന്റർനെറ്റ് നിങ്ങൾക്കറിയില്ല, ബെക്കാമിന്റെ എതിരെ ദേഷ്യം പിടിച്ചിട്ട് കോച്ചായ ഫെർഗൂസൺ ദേഷ്യം പിടിച്ചിട്ട് ശ്രീ ദേവദാസ്, ഈ വാർത്തയിൽ നാടിളകുന്നു. ഒരുപക്ഷെ തൃപ്പൂണിത്തുറയിൽ നിന്നും ലാൽ കൂടി ചേരുകയാണ്. ശ്രീ ലാൽ, സഞ്ജുവിന്റെ എതിരെ എടുത്ത നടപടി ശരിയോ? തീർച്ചയായിട്ടും തെറ്റല്ലേ. മാത്രമല്ല, ഈ തെറ്റ് ഇപ്പൊ മാത്രം ഉണ്ടായതല്ല, ഇത് വർഷങ്ങളായിട്ട് തുടർന്നു. കാരണം ധോണി പിന്നോട്ട് പോയ അവസരത്തിൽ പോലും ഈ രണ്ടാമതും മൂന്നാമതും കൊണ്ടുവന്നത് വൃദ്ധിമാൻ സാഹയെയും ഇപ്പൊ ഏറ്റവും അവസാനം പണ്ടേ നമ്മള് പരാജയപ്പെടാതെ തന്നെ, അന്ന് നല്ല കാലത്ത് പാർത്ഥിവ് പട്ടേലിനെ നമ്മൾ അംഗീകരിച്ചില്ല. പാർത്ഥിവ് പട്ടേൽ ഓസ്ട്രേലിയ പോലും നല്ല പ്രകടനം കഴിച്ചിട്ട് പാർത്ഥിവ് പട്ടേലിനെ തള്ളിയിട്ടാണ് മറ്റു പലരെയും കൊണ്ടുവന്നത്. പിന്നെ അന്നും ഈ വൃദ്ധിമാൻ സാഹയെ കൊണ്ടുവരാണെങ്കിൽ പാർത്ഥിവ് പട്ടേലിനെ കൊണ്ടുവരായിരുന്നു. പക്ഷെ അതും കൊണ്ടുവരാതെ വൃദ്ധിമാൻ സാഹയെ കൊണ്ടുവന്നു. പിന്നെ വൃദ്ധിമാൻ സാഹയും പരാജയമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെയും അവര് സഞ്ജുവിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി മാത്രം പാർത്ഥിവ് പട്ടേലിനെ കൊണ്ടുവരുന്ന അവസ്ഥയാണ്. ഇതിനെ നമ്മൾ തീർച്ചയായിട്ടും എതിർക്കണം. മാത്രമല്ല, ഈ KCയുടെ TC മാത്യുവിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുന്നത് എന്തായി? അത് എവിടെ മുങ്ങിപ്പോയി? അതായത് പണത്തിന്റെ കളിയാണ് ക്രിക്കറ്റിൽ മൊത്തത്തില്. അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കളിക്കുന്ന വ്യക്തിയാണ് ഈ TC മാത്യു. TC മാത്യുവിനെ ഒഴിവാക്കാൻ നമ്മൾ എന്താ മാർഗം എന്ന് അന്വേഷിക്കുക തന്നെയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. തീർച്ചയായും ഒരു കാര്യം കൂടി പറയാനുണ്ട് സാർ. ബാലചന്ദ്രൻ സാറിനെ വെറുതെ പുറത്താക്കിയതാണ്. ഞങ്ങളുടെ തൃപ്പൂണിത്തുറക്കാരനായ ബാലചന്ദ്രൻ സാർ ക്രിക്കറ്റിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളാണ്. അദ്ദേഹത്തെ ഈ TC മാത്യുവിനുള്ള ഏക വൈരാഗ്യം കൊണ്ടാണ് ഇപ്പൊ മാറ്റിയത്. തീർച്ചയായും. ശ്രീ ദേവദാസ്, അങ്ങനെയാണ് നാട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സഞ്ജുവിനെതിരായ ഒരു നടപടിയെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന്. ഒരുപക്ഷെ KCAയുടെ നിലപാട് അതിന്റെ സ്ട്രക്ചർ വെച്ച് പുറത്തു നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സംവിധാനങ്ങൾക്കോ ഒന്നും ഇടപെടാനാകില്ല. ഒരുപക്ഷെ KCAക്ക് അത്തരം ചില പ്രിവിലേജുകളുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ സമ്മർദ്ദങ്ങളാണ് ജനകീയവും ജനാധിപത്യപരവുമായും അതിന് മേൽ ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ശ്രീ ദേവദാസ്, ഇത് അജിംഷാദെ, നമുക്ക് ഈ BCCIന്റെ ഒരു സെറ്റപ്പില് സാധാരണ ആൾക്ക് ഇടപെടാൻ പറ്റൂല. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. അപ്പോ ഈ ലാലെല്ലാം പറയുന്ന പോലെ ആ ബാലേന്ദ്രനെ നല്ലൊരു കോച്ച് ജീവിതം വരെ, ഇപ്പൊ സഞ്ജുവിന്റെ അച്ഛനും ജീവിതം വരെ പോലീസിന്റെ ഡ്യൂട്ടി വരെ മാറ്റി വെച്ചിട്ട് ഈ മക്കളെ വളർത്തുന്ന ഇപ്പെല്ലാം ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ഓരോ പഠിപ്പ് പോലും നിർത്തിയിട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോഴാണ് ഭാവിയിൽ ഓരോ സ്റ്റെപ്പാണ് ഇത് എന്ന് പറഞ്ഞാൽ കല്ല് വെക്കുന്ന പോലെ വീട്ടിന് ആദ്യം തറകെട്ടി മെല്ലനെ കല്ല് വെച്ച് 7 കൊല്ലമായി ഡെബ്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റേജിൽ ഇന്ത്യയിലേക്ക് കിടക്കാൻ പോകുന്ന അറിയുമ്പോ ഈ ഇറച്ചിക്കാരനെ പോലത്തെ ഇന്നുള്ള പച്ച ചാണവെള്ളം ഒഴിക്കണം. ഈ TC മാത്യുവും ഇവിടുത്തെ കേസിന്റെ ഏതാ അനന്തരാമൻ എന്നെല്ലാം പറഞ്ഞാല് വെറുതെ ബാക്കിയാൻ വേണ്ടിയിട്ട് വരുന്നേ. അപ്പൊ TC മാത്യു എഴുതി കൊടുക്കും, അത് കുരക്കും. അങ്ങനത്തെ കുറെ ഇപ്പൊ നോട്ടീസ് അയക്കും, എന്നിട്ട് അതിനെ പിടിച്ചിട്ട് പുറത്താക്കും, എന്നിട്ട് BCCIക്ക് കൊടുക്കും, എന്നിട്ട് അവിടുന്ന് സസ്പെൻഷൻ വരും, എന്നിട്ട് ബ്ലാക്ക് മാർക്കാക്കിയിട്ട് ധോണിനെ 2019 വരെ നിലനിർത്താൻ TC മാത്യു കൈക്കൂലി വാങ്ങിയിട്ട് ചെയ്തതാണെന്ന് കൂടി നോക്കണം, പ്രൂവ് ചെയ്യണം. ഈ KCAന്റെ TC മാത്യു അതും ചെയ്യേണ്ട. കേരള ക്രിക്കറ്റില് 3 അന്യദേശ ബോംബെ ടീമിൽ കിട്ടാത്ത ഭവിൻ താക്കറെ പിടിച്ചിട്ട് കേരള ടീമിലാക്കുക, എന്നിട്ട് കേരളത്തിൽ അസറുദ്ദീൻ വലിയ ടാലന്റ്സിനെല്ലാം പുറത്തിരുത്തുക. 20 വയസ്സേ ഉള്ളൂ അക്ഷയ്. തീർച്ചയായും ഇപ്പോൾ ദേവദാസ് നമ്മോടൊപ്പം ശ്രീ പന്ന്യൻ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, കേരളമാകെ ഇത്തരത്തിൽ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ജുവിനെതിരെ KCA ഒരു നിലപാട് സ്വീകരിക്കുന്നു, വളരെ ദുർബലമായ കാരണങ്ങൾ പറഞ്ഞ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ വാക്കുകൾ പീപ്പിൾ TV ശേഖരിച്ച് ഇതാ പ്രേക്ഷകർക്ക് മുമ്പിൽ വെക്കുകയും ചെയ്തു. ആ പിതാവ് വിതുമ്പിക്കൊണ്ടാണ് പറയുന്നത് തന്റെ മകന്റെ ഭാവി നശിപ്പിക്കരുതെന്ന്. എന്തിടപെടാനാകും നമുക്ക്? ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ കാര്യമായി പരിഗണിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അവർ ഇതുപോലൊരു സമീപനം സ്വീകരിക്കുന്നത് വളരെ മോശമാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ആകെ പോയ ഒരു വിദ്വാനായിരുന്നു നേരത്തെ നമ്മുടെ കൂടെ നിന്ന് നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ ദുഃഖിച്ച ഈ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ രാജ്യത്തിലെ ക്രിക്കറ്റ് ടീമിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വലിയ കാര്യമായിരുന്നു. അത് പോയി. എന്നാൽ ആ പോയതിനു ശേഷം ഇപ്പം വളർന്നു വരുന്ന നല്ല കളിക്കാരനാണ് സഞ്ജു സാംസൺ. ആ സഞ്ജുവിനെ ഇപ്പം നഷ്ടപ്പെടുത്താനുള്ള ശ്രമം നമ്മൾ തന്നെ തുടങ്ങിയാൽ എങ്ങനെ ചെയ്യും? അതാണ് ഞാൻ ചോദിക്കുന്ന. മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ അസോസിയേഷനോ ചെയ്താൽ നമുക്ക് അതിനെതിരായി പറയാൻ പറ്റും. നമ്മുടെ ആളുകൾ ഇങ്ങനെ കുതികാൽ വെട്ടിന്റെ ഏർപ്പാട് ഈ ക്രിക്കറ്റിൽ നടത്തിയത്. നമ്മുടെ നാട്ടിൽ ഒരു കൊച്ച് നന്നായി വളർന്നു വരുമ്പോ ആ വളർന്നു വരുന്നൊരു പ്രോത്സാഹനം കൊടുക്കണം. തെറ്റുന്നൊരു തിരുത്താൻ അവനെ ഉപദേശിച്ച് തിരുത്താൻ നിങ്ങൾക്ക്
നടപടിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? രാജ്യം മുഴുവൻ അറിയും. ഇനി അവന് ഒരു മത്സരത്തിന് ചാൻസ് കിട്ടില്ല. ഇത് വളരെ അപകടകരമായ രീതിയാണ്. അതാണ് ക്രിക്കറ്റിന് വേണ്ടിയാണ് ഇവർ നിൽക്കുന്നത് അസോസിയേഷൻ എങ്കിൽ തിരുത്തണം ഈ നടപടി. അതാണ് ശ്രീ പന്ന്യൻ. അതിന് നമുക്ക് നമ്മുടെ സഞ്ജു വി സാംസണെ വിട്ടുകൊടുക്കാനാകുമോ അത്തരം കുഴികളിലേക്ക് വീഴാൻ? അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ജനാധിപത്യ മാർഗത്തിൽ എന്ത് സമ്മർദ്ദമാണ് ഇനി നമുക്ക് അവരുടെ മേൽ അവശേഷിക്കുക? അല്ല, ഞാനിപ്പോ പറയുന്നത്, ഞാൻ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ അവരെ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹിയായിട്ട് ബന്ധപ്പെടും. നമ്മൾ ചെയ്യാവുന്ന എല്ലാ ശ്രമവും നടത്തും. സഞ്ജു നമ്മുടെ നാടിന്റെ ഒരു വലിയ വാഗ്ദാനമാണ്. രാജ്യത്തെ ക്രിക്കറ്റിന്റെ ടീമിൽ കേരളത്തിന്റെ അഭിമാനമായിട്ട് അവൻ വരുന്നതാണ്. അവനെ നമുക്ക് സംരക്ഷിച്ചേ മതിയാവും. അതിന് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാവണം. അതിൽ ഞാൻ കൂടെ ചേരും. തീർച്ചയായും ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ക്രിക്കറ്റിന്റെ എല്ലാ മേഖലകളിലുമുള്ളവരുമായി ഞാൻ ബന്ധപ്പെടും. തീർച്ചയായും സഞ്ജുവിന് വേണ്ട ഇടപെടലുകൾ ആ അർത്ഥത്തിൽ ജനാധിപത്യ മാർഗത്തിൽ താൻ ചെയ്യുമെന്ന് പീപ്പിൾ ടിവിയിലൂടെ ഇപ്പോൾ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ശ്രീ പന്ന്യൻ, ഒരു കാര്യം കൂടി, ഒരു പക്ഷേ ഇത്തരം ദുർബലമായ കാര്യങ്ങൾ ഇങ്ങനെ താരങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി, അത്തരത്തിലുള്ള ഒരു സമീപനം ശരിയാണോ? സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന വാക്ക് തന്നെ രൂപം കൊണ്ടതിൻ്റെ പിന്നിലുള്ള അർത്ഥങ്ങൾ നാം പരിശോധിക്കണ്ടേ? നോക്കൂ, ക്രിക്കറ്റ് കളിക്കുമ്പോൾ തൻ്റെ മകൻ അല്ലെങ്കിൽ സഞ്ജു വി സാംസൺ ഒന്ന് ഫോം ഔട്ട് ആകുന്നു. ഈ ദുഃഖത്തിൽ സഞ്ജു വി സാംസൺ ഡ്രസ്സിംഗ് റൂമിൽ വന്നിട്ട് തൻ്റെ സ്വകാര്യ ഡ്രസ്സിംഗ് കിറ്റിലേക്ക് ആ ബാറ്റ് ഒന്ന് എറിയുന്നു. അതൊരു വലിയ കുറ്റമായി രൂപപ്പെടുന്നു. അതാണ് അദ്ദേഹത്തിന് മേൽ നോട്ടീസ് അയക്കാൻ കാരണമായത്. തൻ്റെ മുട്ടിൻ്റെ പരിക്കുണ്ട്, അത് ചികിത്സിക്കണമെന്ന് അച്ഛൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അതും അച്ചടക്കലംഘമായി, അച്ഛൻ മോശമായി പെരുമാറിയെന്നായി. ഇങ്ങനെയുള്ള ദുർബലമായ കാര്യങ്ങളാണോ ശ്രീ പന്ന്യൻ വെക്കേണ്ടത്? തീർച്ചയായും. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ജയകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്. ജയകൃഷ്ണൻ, പറയൂ. സാറേ, ഈ ടി.സി. മാത്യുവിന് ക്രിക്കറ്റായിട്ട് യാതൊരു ബന്ധമില്ല. അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം സംബന്ധിച്ച് എല്ലാം ബിസിനസ്സാണ്. ഒരു സ്കൂൾ ലെവലിൽ പോലും ക്രിക്കറ്റ് കളിക്കാത്ത ആളാണ് ടി.സി. മാത്യു. അയാൾ ഈ ക്രിക്കറ്റിന് ഏറ്റവും ഉന്നത ലെവലിൽ വന്നത് പൈസയുടെ കളി കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന് ഈ വൈകാരികതയോ ക്രിക്കറ്റിനെ പറ്റി വളർത്തണമെന്ന് യാതൊരു ആഗ്രഹമില്ല. ജസ്റ്റ് ബിസിനസ് സെൻസ് മാത്രമാണ്. അല്ലാതെ ക്രിക്കറ്റ് സഞ്ജു സാംസൺ ഇന്ന് സഞ്ജു സാംസൺ ആണെങ്കിൽ നാളെ വേറെ ആളോട് കാണിക്കും. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇന്നത് വിശേഷമൊന്നും സംഭവിക്കുന്നില്ല. ഇത് അദ്ദേഹം ഈ ക്രിക്കറ്റിൽ തലപ്പത്തിരുന്നാൽ സംഭവിക്കാവുന്ന ഒരു കാര്യം മാത്രമാണിത്. തീർച്ചയായും. വളരെ നന്ദി ജയകൃഷ്ണൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ റജി ലൂക്കോസ്, ആ രീതിയിലാണ് പ്രതികരണങ്ങൾ കേരളത്തിലാകമാനം ക്രോഡീകരിക്കപ്പെടുന്നത്. ഒരുപക്ഷെ സഞ്ജു വി സാംസന്റെ വിഷയത്തിൽ അത്തരത്തിലൊരു മലയാളി വൈകാരികത നോവുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ താരത്തെ ഒരു തരത്തിലും സഹായിക്കാത്ത ഇവിടുത്തെ അസോസിയേഷൻ അദ്ദേഹത്തിന് കുഴിച്ചിടാൻ വേണ്ടി, അല്ല അദ്ദേഹത്തിന്റെ പ്രതിഭയെ നശിപ്പിക്കാൻ വേണ്ടി വാളോങ്ങുന്ന ഒരു ഘട്ടം, ആ ഘട്ടം ജനങ്ങൾക്ക് കൂടി ബോധ്യമായിരിക്കുന്നു. അതാണ് സഞ്ജുവിനെതിരായി ഈ നീക്കത്തിന്റെ പിന്നിലെന്ന് പറയുന്നു. ഒരുപക്ഷെ പിതാവിന്റെ ആ വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. പ്രേക്ഷകർക്കായി പിതാവിന്റെ വാക്കുകളിലേക്ക്. സഞ്ജു വി സാംസന്റെ പിതാവ് കരഞ്ഞുകൊണ്ട് സഞ്ജു വി സാംസന്റെ ഭാവി നശിപ്പിക്കരുത് എന്ന് പീപ്പിൾ ടിവിയോട് പറയുന്നു. ടി.സി. മാത്യുവിനോട് അപമര്യാദയായി താൻ പെരുമാറിയിട്ടില്ല. സഞ്ജുവിന്റെ മുട്ടുപരുക്ക് ചികിത്സിക്കാൻ പോലും KCA സമയം തന്നിരുന്നില്ല. ആ അവസരത്തിൽ താൻ അത് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും സാംസൺ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഈ ആരോപണങ്ങളെല്ലാം വെറുതെയാണ്. ഒരു പ്ലെയറിന് അവനൊരു പ്ലെയർ അവനോട് ഈ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ആരോപണങ്ങളൊക്കെ വെറുതെയാണ്. ഡ്രസ്സിങ് റൂമിൽ അവനൊരു ബാറ്റ് വലിച്ചെറിഞ്ഞു. അവൻ്റെ ബാറ്റ് ഡ്രസ്സിങ് റൂമിൽ അവൻ്റെ കിറ്റ് ബാഗിൽ വലിച്ചെറിഞ്ഞു. ഇതൊരു വലിയ ആരോപണമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അവനെ പണിഷ് ചെയ്യും. അവൻ 0 ഔട്ടായി. നമ്മുടെ കേരളത്തിന് വേണ്ടി പല പ്രാവശ്യവും ഡബിൾ സെഞ്ചുറിയും ഇതും ആ സെഞ്ചുറികളൊക്കെ ഒരുപാട് അടിച്ച് കേരളത്തിൻ്റെ പേര് നിലനിർത്തിയ കുഞ്ഞാണത്. അവൻ ഔട്ടായപ്പോൾ അവൻ്റെ സ്വന്തം വിഷമം അവൻ്റെ സ്വന്തം ബാറ്റോട് അവൻ്റെ കിറ്റ് ബാഗിൽ എറിഞ്ഞ് കാണിച്ചത് വലിയ അപരാധമായി പോയി എന്ന് അവനെ ക്രൂശിലേറ്റുന്നു. ഇത് നിങ്ങൾക്ക് ന്യായം തോന്നണമെങ്കിൽ നിങ്ങൾ അവനെ പണിഷ്മെൻറ്റ് കൊടുക്കൂ. തീർച്ചയായും ദേവദാസ്, ആ അച്ഛൻ വിതുമ്പിയതാണ്. ഒരുപക്ഷെ താങ്കൾ കേട്ടിരിക്കാം.
അത്തരത്തിൽ വൈകാരികമായി കൂടിയാണ്. അതൊരു പക്ഷെ കേരളത്തിന്റെ മുഴുവൻ പ്രതിഫലനമാണ് ആ അച്ഛന്റെ കരച്ചിൽ. ഒരു പക്ഷെ അത് നമുക്ക് കേട്ടില്ല എന്ന് നടിക്കാനാകുമോ? അജിംഷാദെ, ഇപ്പൊ നോട്ടിന്റെ പ്രശ്നത്തില് ജനങ്ങളെ ഇറക്കുമ്പോ മോഡിക്ക് എന്തെങ്കിലും ഉള്ള പോലെ തന്നെ ഈ TC മാത്യുവിനുള്ളൂ. TC മാത്യുവിന് കൊല്ലത്തില് കോടികളാക്കണം, അതിന് വേണ്ടിയിട്ട് പലതും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്രാവശ്യം 3 എണ്ണത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് ചില സമയം സഞ്ജു വി സാംസണെ പോലത്തെ സീനിയർ പ്ലേയേഴ്സ് ചോദ്യം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സഞ്ജു സാംസൺ ആണ് ഇനി ഒരു ഭീഷണിയായിട്ട് വരുക വേറെ കുട്ടികൾക്കെല്ലാം. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവനെ എങ്ങനെയെങ്കിലും പുറത്താക്കിയിട്ട് കരിയർ നശിപ്പിക്കുക, അല്ലെങ്കിൽ ധോണിക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് ഏറ്റെടുത്തിട്ടുണ്ടാവും. ഈ നശിപ്പിച്ചാല് സഞ്ജു സാംസൺ ഉണ്ടെങ്കിൽ മാത്രമേ ധോണിക്ക് 2019 വരെ പോകാൻ പറ്റൂല. 2019 വരെ 2019 വേൾഡ് കപ്പ് കളിക്കണ്ടെങ്കിൽ സഞ്ജു സാംസണെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ നടപടി. അതുകൊണ്ടാണ് KD ജാദവ്, രാഹുല്, റോബിൻ ഊത്തപ്പ, പാർത്ഥിവ് പട്ടേല്, ഇഷാൻ, ഋഷഭ് പന്ത്, അങ്കുഷ് ബെയിൻസ് എന്നിവരെ എല്ലാം ഇന്ത്യൻ ടീമിൽ പോലും ചാൻസ് കൊടുത്തില്ല. ഈ 4 ഡേ മാച്ചില് ഇവൻ കളിക്കുന്നു വിചാരിച്ചിട്ട് 4 ഡേ മാച്ചിൽ ഇന്ത്യൻ ടീമിൽ രാഹുൽ ദ്രാവിഡ് തുടർച്ചയായി എഴുതി എങ്ങനെയെങ്കിലും സഞ്ജുവിനെ എടുക്കൂ, എന്നിട്ട് രാഹുൽ ദ്രാവിഡ് കോച്ച് ചെയ്യുന്ന ടീമിൽ മാത്രമേ ചാൻസ് കിട്ടുള്ളൂ. അത് ഇയാളെ കണക്കല്ല, രാഹുൽ ദ്രാവിഡിനെ കൊണ്ട. എന്നിട്ട് പോലും കൊടുക്കാണ്ട് നിന്ന് അവസാനം എങ്ങനെയെങ്കിലും ഇവനെ ഇല്ലാണ്ടാക്കിയാൽ ഇവനിപ്പോ മനസ്സിന് വിഷമം. അച്ഛനെല്ലാം പറയുന്നത് കരിയർ മാറ്റി വെച്ചിട്ട് ഇവന്റെ മറ്റേ ഏട്ടനും സാലി സാംസണും എല്ലാം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റേഴ്സ് ആയത് സാക്രിഫൈസ് ചെയ്തിട്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ അച്ഛന്മാരും അച്ചാറ് വിറ്റിട്ടും പേടിയ നടത്തിയിട്ടും എല്ലാ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെയാണെന്നറിയാം. ലോണെല്ലാം എടുത്തിട്ടാണ് ക്രിക്കറ്റ്. എവിടെയെങ്കിലും തടഞ്ഞു പോയാൽ കുടുംബം ആകെ നശിച്ചു പോകും. അതുപോലെയാ ഈ സ്റ്റേജിൽ 7 കൊല്ലം 15 വയസ്സിൽ രഞ്ജി കളിച്ചിട്ട് 22-ാം വയസ്സിൽ 7ാമത്തെ കൊല്ലമായിട്ട് ബാറ്റ് വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ബാറ്റ് വലിച്ചെറിഞ്ഞെങ്കിൽ തേർഡ് അമ്പയറിന്റെ ഇപ്പൊ രംഗനാഥനെ എടുത്ത് ഒളിച്ചിരിക്കണം. രംഗനാഥനെ പോലത്തെ തേർഡ് അമ്പയർക്ക് കൊടുത്ത് രംഗനാഥന്റെ തേർഡ് അമ്പയർ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ഒഫൻസ് ആണോ ചെയ്തത് ഇവർ എന്ന് പറഞ്ഞ് അതെന്തെങ്കിലും പബ്ലിക്കായിട്ട് അത് ഗ്രൗണ്ടിന്റെ പുറത്തോ വെച്ചിട്ടുള്ള സംഗതിക്ക് മാത്രം. ഉള്ളിലുള്ള പ്രശ്നം തോന്നാൽ അത് മാച്ച് ഇത് രഞ്ജിയിലെ ടീം ഒഫീഷ്യൽസ് തീർക്കേണ്ട കോച്ചല്ല. പക്ഷെ കോച്ചിനെ ബാലേന്ദ്രനെ കോച്ചായെങ്കിൽ ഈ വിവരം കേരളം അറിയ പോലും ഇല്ല. ആരാണ് TC മാത്യുവിന് ഒറ്റ കൊടുത്തത്? അപ്പൊ ഈ കോച്ചിനെ ശ്രീ ദേവദാസ് റജി ലൂക്കോസിന് എന്തോ പറയണമെന്ന്.